എന്താണ് ഈ വിശ്വാസം? അതുപോലും ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ശ്വാസമാണ് എനിക്ക് ബോധം തരുന്നത്. 2.5 മിനിറ്റ് എനിക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ബോധം മറയും. ആ ശ്വാസത്തിൽ അധിഷ്ഠിതമായ എൻ്റെ ചിന്താ പദ്ധതിയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. അതിൽ ഈ അവിശ്വാസത്തെ മാറ്റി നിർത്താം. അവർ ഈ അവിശ്വാസികളാണ് ഏറ്റവും വലിയ വിശ്വാസികളെന്ന് വിശ്വസിക്കുന്നതാണ്. വിശ്വാസവും അന്ധവിശ്വാസവും അത് ഇന്നിന്റെ കാലത്ത് മനുഷ്യർ തിരിച്ചറിയപ്പെടേണ്ട ചൂഷണം വലിയ രീതിയിൽ ഇത് തിരിച്ചറിയേണ്ടതില്ല. ഇവിടെ പ്രശ്നം എവിടെയാണ്? എനിക്ക് എൻ്റെ കഴിവിലുള്ള അറിവില്ലായ്മയാണ് എന്നെ വിശ്വാസിയും അവിശ്വാസിയുമാക്കുന്നത്. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ഞാൻ എന്തിനാ ദൈവത്തിനോട് പോയി യാചിക്കുന്നത്? എനിക്ക് എൻ്റെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ മറ്റൊരു ശക്തിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. ശാസ്ത്രം, അതാണ് ഡോക്ടർ ഫ്രിജഫ് കാപ്ര പറഞ്ഞത്, വേർ ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ്, there the Indian spirituality has got its beginning. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു അതിഥിയാണ് ഗുരു യോഗി ശിവൻ. നമസ്തേ. നമസ്തേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഈ വിശ്വാസം, അവിശ്വാസം, അന്ധവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. അബാക് മീഡിയ തുടങ്ങിയ ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം അബാക് മീഡിയ എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നീട് സ്പിരിച്വൽ കണ്ടന്റുകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആളുകൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ആ മേഖലയിലേക്ക് വന്നെത്തിപ്പെട്ടു പോയ ആളുകളാണ്. എനിക്കൊന്ന് പൂർണ്ണമായി സ്പിരിച്വൽ കണ്ടന്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു ചാനൽ എന്ന് തന്നെ, പ്രൊഫഷണലി പോകുന്നൊരു ചാനൽ എന്നാണ് ഞങ്ങളോടെല്ലാവരും പറയുന്നത്. ഞങ്ങൾക്ക് മുന്നേ പലരും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ 40ഓളം സ്പിരിച്വൽ കണ്ടന്റുകളുടെ മാത്രം ചാനലുകൾ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളുടേതായും വിവിധ കമ്പനികളുടേതൊക്കെ ആയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഫ്ലവേഴ്സ് TV-യിൽ 24-ൽ ശ്രീകണ്ഠൻ നായരുടെ പഴയ നമ്മൾ തമ്മിൽ എന്ന പേരിൽ വീണ്ടും വന്നു. അപ്പോൾ അതിൽ ഈ വിശ്വാസവും അവിശ്വാസവുമായിരുന്നു ചർച്ച. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന പല ആളുകൾ അതിൽ വന്നുപോയി. യുക്തിവാദികൾ ഉണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു, വിശ്വാസികളുണ്ടായിരുന്നു. വലിയ ചർച്ചകളാണ് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത്. അതിൽ ഒരു തന്ത്രി, മുരാരി തന്ത്രി എന്ന പേരിൽ വന്നിരുന്ന് വലിയ വാചകമൊക്കെ അടിച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാഴ്ചയും കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കള്ളനാണയങ്ങൾ ഒരുപാടുള്ള മേഖലയാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അത് ഒരു സത്യസന്ധമായ കാര്യം തന്നെയാണ്. എന്നാൽ യഥാർത്ഥ അറിവുള്ള എല്ലാ ആളുകളെയും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, വിശ്വാസം, അവിശ്വാസം, അന്ധവിശ്വാസം, അതിൽ ഈ അവിശ്വാസത്തെ മാറ്റി നിർത്താം. അവർ ഈ അവിശ്വാസികളാണ് ഏറ്റവും വലിയ വിശ്വാസികളെന്ന് വിശ്വസിക്കുന്നതാണ്. വിശ്വാസവും അന്ധവിശ്വാസവും അത് ഇന്നിൻ്റെ കാലത്ത് മനുഷ്യർ തിരിച്ചറിയപ്പെടേണ്ട ചൂഷണം വലിയ രീതിയിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയേണ്ടതില്ലേ? കാരണം ഇപ്പോൾ പല ആളുകളും ഞാൻ മനസ്സിലാക്കും, ഒരു ദിവസം 100 കണക്കിന് കോളുകൾ ഞങ്ങൾക്ക് വരും. എല്ലാവരുടെയും ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് യാതൊരുവിധമായ പ്രശ്നമില്ല, നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പല ഗുരുക്കന്മാരും എന്നോട് പറയാറുണ്ട്, രോധി ആരുടെയും സങ്കടം കേൾക്കാൻ നിൽക്കരുത് കേട്ടോ, അതിന് രോധി 2 പേരെ വെച്ചിട്ട് കേൾക്കണം. എനിക്കതല്ല, എനിക്കിത് കേൾക്കുമ്പോൾ ഊർജ്ജം കിട്ടുന്ന ഒരാളായിട്ടാണ് ഞാൻ, നെഗറ്റിവിറ്റി അല്ല പോസിറ്റിവിറ്റി കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ സാധാരണക്കാര ആളുകളെ ചൂഷണം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് സമ്പത്തുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്, ഈ പഴയ ഒരു ജീവിതമൊന്നുമല്ല, കഷ്ടപ്പാടുകളോ ഒന്നുമില്ല, നല്ലോണം ജീവിക്കാം. എങ്കിലും മാനസികമായി പല ബുദ്ധിമുട്ടുകൾ, കുടുംബപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നു. എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങ് ഒരുപാട് പേരെ കാണുന്നതാണ്. ഇപ്പോൾ ഇൻറ്റിമസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് അങ്ങേ കാണാൻ വരുന്നവരാണ്, അങ്ങയുടെ ശിഷ്യഗണങ്ങളുണ്ട്. ഞാൻ പൊതുവിൽ ഒരു പച്ചയായ ചോദ്യം അങ്ങേക്ക് മുന്നിലേക്ക് ചോദിക്കുകയാണ്, എന്താണ് ഈ സമൂഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സത്യത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇത് ലോകമുണ്ടായ നാൾ മുതൽ, മനുഷ്യൻ ഉണ്ടായ സമയം മുതൽ ഈ വിശ്വാസവും അവിശ്വാസവും ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ വിശ്വാസം? അതുപോലും ആൾക്കാർക്ക് മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ ശ്വാസമാണ് എനിക്ക് ബോധം തരുന്നത്. 2.5 മിനിറ്റ് എനിക്ക് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ബോധം മറയും. ശരിയല്ലേ? അപ്പോൾ ആ ശ്വാസത്തിൽ അധിഷ്ഠിതമായ എൻ്റെ ചിന്താ പദ്ധതിയാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വിശ്വം, എൻ്റെ പ്രപഞ്ചം എൻ്റെ ശ്വാസവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ബോധമില്ലെങ്കിൽ എനിക്ക് ഈ പ്രപഞ്ചം ഉണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ ശ്വാസമാണ് എല്ലാം. അതിൽ തന്നെ ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോഴാണ് എനിക്ക് അവിശ്വാസം വരുന്നത്.
ഇത്രയേ ഉള്ളൂ. അതായത് എൻ്റെ അച്ഛൻ പറഞ്ഞു, നീ നല്ലൊരു കുട്ടിയാണ്, നിനക്ക് എന്തിനേയും നേരിടാനുള്ള കഴിവുണ്ട്. അത് ഞാൻ കേട്ട എൻ്റെ ഒരു വിശ്വാസമാണ്. ഇന്ന് ജീവിതത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളുമായി നേരിട്ടപ്പോൾ ഞാൻ തളരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, എൻ്റെ അച്ഛൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവിടെ ഞാൻ അച്ഛനെ അവിശ്വസിക്കുകയാണ്. ഇവിടെ പ്രശ്നം എവിടെയാണ്? എനിക്ക് എൻ്റെ കഴിവിലുള്ള അറിവില്ലായ്മയാണ് എന്നെ വിശ്വാസിയും അവിശ്വാസിയുമാക്കുന്നത്. ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡൻസ് ആൻഡ് ഇൻഡിപെൻഡൻസ്. ഞാൻ എന്തിനാണ് ദൈവത്തിനോട് പോയി യാചിക്കുന്നത്? എനിക്ക് എൻ്റെ കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ മറ്റൊരു ശക്തിയിൽ അഭയം പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അവിശ്വാസികളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു എങ്കിൽ അത് അവനവൻ്റെ തന്നെ പരിമിതിയായിട്ട് മാത്രം മനസ്സിലാക്കുക. ഈ റൂമിൽ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകണമല്ലോ, ഇല്ലേ? എവിടെ ആയാലും രോഗാണുക്കൾ, ബാക്ടീരിയ, വൈറസ്, സൂക്ഷ്മജീവികളുണ്ട്. ഇവരാരും നമ്മെ എന്തുകൊണ്ടാണ് കൊല്ലാത്തത്? പറയണം, എന്തുകൊണ്ടാണ്? നമുക്കുള്ളിൽ ഇതിൻ്റെ ഒരു ദാറ്റ്സ് വാട്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്രതിരോധ ശേഷിയുണ്ട്. ഈ പ്രതിരോധ ശേഷി എപ്പോഴും താഴുന്നോ എന്നും പ്രശ്നങ്ങളായിരിക്കും, ഇല്ലേ? അപ്പോൾ അവിടെ രോഗാണുവിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവിടെ നാം നമ്മുടെ പരിമിതിയെ മനസ്സിലാക്കി ആ പരിമിതിയെ ഇല്ലാതാക്കുമ്പോൾ ഈ ബാഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്കില്ലാതാവും. അല്ലാതെ ഒരു കാരണവശാലും അവിശ്വാസിയെ ചൂഷണം ചെയ്യുന്ന വ്യാപാര കേന്ദ്രങ്ങളെ തടയാൻ കഴിയില്ല. കാരണം എന്ന് നല്ല നോട്ട് പ്രചാരത്തിലുണ്ടോ അവിടെയൊക്കെ കള്ളനോട്ടുകളും ഉണ്ടാകും. അത് പ്രകൃതിയുടെ നിയമമാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? നല്ല നോട്ടിനെയും കള്ളനോട്ടിനെയും തിരിച്ചറിയാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ സമൂഹത്തിന് കൊടുത്തേക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യ, പ്രത്യേകിച്ചും ഈ ഗൾഫ് കൺട്രീസ്, അവിടെ മയക്കുമരുന്ന് കച്ചവടം വളരെ ശക്തമായ ശിക്ഷ കിട്ടുന്നൊരു എന്താണ് പ്രവൃത്തിയാണ്. സൗദിയിൽ തലവെട്ടിക്കളയും. ഈ അടുത്ത് ഇപ്പോൾ NBS വന്നതിന് ശേഷം അത് വളരെ കുറച്ചിട്ടുണ്ട്, എങ്കിലും കഠിനമായ ശിക്ഷയാണ്. എന്നാൽ അവിടെയാണ് മിക്കവാറും കൂടുതൽ കള്ളപ്പാറ്റും ഈ എന്താണ് മയക്കുമരുന്നിനെ കച്ചവടം നടക്കുന്നത്. അവിടെയും ഈ അപകടത്തെ പോലും അവഗണിച്ചുകൊണ്ട് ഈ പണി ചെയ്യാൻ ആളുണ്ട്. ലഭ്യത കുറയുമ്പോൾ ഇത് ഉപയോഗിക്കാനുള്ള ത്വര കൂടും. അപ്പോൾ എത്ര പണം മുടക്കിയാലും ഇത് വാങ്ങാൻ ആളുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബോധപൂർവം അതിനെ ശക്തമായി നിയന്ത്രിക്കുകയല്ല ചെയ്യേണ്ടത്, ജനങ്ങളെ ബോധവൽക്കരിക്കുക ആണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും വളരെ ഇഷ്ടമാണല്ലോ. എനിക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ ഞാൻ ഒമാനിലാണ് അവർ രണ്ടുപേരും വളർന്നത്. ബാസ്കിൻ റോബിൻസ് നല്ല വണ്ടർഫുൾ ഫ്ലേവറിൽ അവിടെ കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ പറയും, അച്ഛാ ബാസ്കിൻ റോബിൻസ്. ഞാൻ പറയും, ഓ. ആദ്യ ദിവസം ഞാനും എൻജോയ് ചെയ്തു, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്ത ആഴ്ച, എല്ലാ വീക്കെൻഡിനുമാണ് നമ്മൾ പുറത്ത് പോകുന്നത്, അടുത്ത ആഴ്ചയും ബാസ്കിൻ റോബിൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പോവാം. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ പറഞ്ഞു, എന്തേ? അല്ല, അച്ഛന് അത് വേണ്ട, അത് തൊണ്ടയ്ക്ക് എനിക്ക് ദോഷമാണ്. അപ്പോൾ അവരുടെ ആ എൻജോയ്മെൻ്റ് അവിടെ കുറഞ്ഞു. അടുത്ത ആഴ്ച ബാസ്കിൻ റോബിൻസ് പോവാം. വേണോ മക്കളെ? അല്ല പോകണം. പോയി. അപ്പോൾ വൈഫും പറഞ്ഞ് വേണ്ട. അതെന്താ? അപ്പം നോക്ക്, ഇതിൽ ഷുഗർ ഇത്ര കൂടുതലാണ്, ഇതിൽ ഇത്ര പ്രിസർവേറ്റീവ്സ് ഉണ്ട്, പിന്നെ ഈ തണുപ്പ് നമ്മുടെ ടോൺസിൽസിനെ ബാധിക്കും, ഇങ്ങനെ രോഗത്തിലേക്ക് നമ്മൾ ഈ ആസ്വാദനം നയിക്കും. അപ്പോൾ പിന്നീട് അവരത് കഴിച്ചത് വളരെ താല്പര്യമില്ലാതെയാണ്. പക്ഷേ ഗ്രാജുവലി മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഒരു പ്രാവശ്യം അവർ ആവശ്യപ്പെടും. ഇന്ന് അവർ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തണുത്തതിനെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലുമില്ല. ഇതെന്താ ഞാൻ ചെയ്തത്? ഞാൻ അവരെ ശിക്ഷിക്കാനല്ല നോക്കിയത്, അത് ആസ്വദിക്കൂ, പക്ഷേ അത് വ്യക്തമായ നിയന്ത്രണത്തോടു കൂടിയാകണം. ആ അറിവാണ് അവരെ ഈ ആർഭാടത്തിലേക്കോ അല്ലെങ്കിൽ അമിതമായ ഉപഭോഗത്തിലേക്കോ നയിക്കാതെ അവരെ തടഞ്ഞു നിർത്തിയത്. ഇതുപോലെ ഈശ്വരൻ എന്താണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ തത്വം എന്താണ്, അല്ലെങ്കിൽ ഈ മന്ത്രങ്ങളുടെ പ്രസക്തി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ കിട്ടാനുള്ള കേന്ദ്രങ്ങൾ ഭരണ സംവിധാനം ഒരുക്കുകയും അത് കൃത്യമായി നിലനിർത്തി പാഠ്യഭാഗങ്ങളിൽ അതിനെ ഉൾപ്പെടുത്തി
കൃത്യമായ അവബോധം വളർത്തിയാൽ നമുക്ക് ഒരിക്കലും ഈ തിന്മയില്ലായ്മ ചെയ്യാൻ പറ്റില്ല. നന്മ വേണമെങ്കിൽ ഈ തിന്മയും വേണം. രാത്രിയില്ലെങ്കിൽ പകലിന് എന്ത് പ്രസക്തി? ഒന്നുമില്ല. അപ്പോൾ ഇത് നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ള അറിവിൻ്റെ ശ്രമമാണ് ഭരണകർത്താക്കൾ നടത്തേണ്ടത്. അങ്ങനെ ഒരു സമൂഹം ഭാരതത്തിലുണ്ടായിരുന്നു. കാരണം ചാർവാക സന്യാസിമാരെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല. നിരീശ്വരവാദികളാണ് ഇവന്മാർ. ഓ, സന്യാസികളാണ്. ചാർവാക മതം ഉണ്ടായിരുന്നു. ഇവന്മാർ പറയുന്നത് ദൈവോ ആരാ ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വരണം, ഞാനാണ്, തിന്നണം, കുടിക്കണം, പിന്നെ എല്ലാ ആസ്വാദനവും നടത്തണം. പക്ഷേ അവൻ അതിനുവേണ്ടി വാദിച്ചപ്പോഴും അവൻ ആ സ്വാതന്ത്ര്യം കൊടുത്തു. വെറും ഭൗതിക ജീവിയാണ്, പക്ഷെ അവനും സന്യാസി എന്ന പേര് കൊടുത്തു. കാരണം അവൻ അന്വേഷിയാണ്. അപ്പോൾ ചാർവാക മതം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ആ അന്വേഷി ആശാനോട് ചോദിക്കും, ഗുരുവിനോട് ചോദിക്കും, അതെ ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സുഖങ്ങൾ കൂടെ കൊണ്ടുപോകാൻ പറ്റുക? അപ്പോൾ ഇവൻ ആ ശരീരബോധത്തിൽ നിന്ന് സൂക്ഷ്മബോധത്തിലേക്ക് പോകാനുള്ള വഴി തെളിക്കാൻ അവൻ നിർബന്ധിതനായി. അവിടെ അപ്പുറത്ത് അദ്വൈത സിദ്ധാന്തം നിലനിൽപ്പുണ്ട്. അപ്പോൾ പിന്നെ ശരിക്കും ചാർവാകനിൽ നിന്ന് ഭൗതിക ബോധത്തിൽ നിന്ന് ദ്വൈത സിദ്ധാന്തത്തിലേക്കും ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കും പോകാനുള്ള വഴികൾ അവിടെ തെളിച്ചു വെച്ചു. അവിടെ നിയമം മൂലം ശക്തമായി തടയുകയല്ല, ഓരോരുത്തർക്കും അന്വേഷിച്ച് പോകാനുള്ള അവസരങ്ങൾ തെളിച്ചു വെക്കുക ചെയ്തത്. അതുകൊണ്ടാണ് ഈ സംസ്കാരം ഇന്നും ചോദ്യങ്ങൾക്ക് അപ്പുറം ശാസ്ത്രജ്ഞന്മാരും നല്ല ശാസ്ത്രജ്ഞന്മാരും ഒടുവിൽ വന്നെത്തുന്നത് ഈ ആശയത്തിലാണ്. അപ്പോൾ ഇവിടെ കള്ളനാണയങ്ങളോ അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ മാത്രമേ ഉള്ളെങ്കിൽ എന്തുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരും ഇത് അന്വേഷിച്ച് വരുന്നു? ആ ചോദ്യം ഇവിടെ ഈ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു PSLV വിക്ഷേപിക്കുമ്പോൾ ജ്യോതിശാസ്ത്രം വെച്ച് സമയം കുറിപ്പിക്കുക, യുദ്ധവിമാനങ്ങൾക്ക് നാരങ്ങ വെച്ച് വിമാനത്തെ പുറത്തേക്ക് ഇറക്കുക, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ എന്തിന് എന്നാണ് ചോദിക്കുന്നത്. അതെ, ശാസ്ത്രത്തിന് മുകളിലാണോ വിശ്വാസത്തിൻ്റെ സ്ഥാനം? അതാണ് അവിടെ ശാസ്ത്രം വിശ്വാസം ഇത് രണ്ടും കൂടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ടല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരീരമുണ്ടല്ലോ, മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ഫിസിക്കലി ഇല്ല. ഇല്ല. പക്ഷേ ഇല്ലേ? ഉണ്ട്. എവിടെയോ ശാസ്ത്രീയമായി തെളിയിക്കൂ. താങ്കളുടെ മനസ്സിനെ ഒന്ന് ശാസ്ത്രീയമായി തെളിയിക്കൂ. അപ്പോൾ ഇങ്ങനെ വാദിക്കാനും അന്വേഷിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ലാത്തൊന്നിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖ മനഃശാസ്ത്രമായിട്ടൂടെ നിൽക്കുന്നുണ്ട്. ഏത് കേട്ടില്ല? മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ശാസ്ത്രശാഖ നിൽക്കുന്നുണ്ടല്ലോ, മനഃശാസ്ത്രം എന്ന പേര്. മനസ്സില്ല എന്ന് വാദിക്കുന്ന മനഃശാസ്ത്രം ആണ്. അപ്പോൾ അത് വാദിക്കണമെങ്കിൽ ഒരു മനസ്സ് വേണ്ടേ? വേണം. അപ്പോഴോ ഇത് എന്താണ്, തേങ്ങയാണോ തെങ്ങാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചോദ്യമല്ലേ? അപ്പോൾ അവിടെയാണ് ഗുരുക്കന്മാർ പറഞ്ഞത്, നിങ്ങൾ ബൗദ്ധികമായി ഇൻ്റലക്ച്വലി, ഇൻ്റലക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഔട്ട്കം ഓഫ് അവർ ബ്രെയിൻ. തലച്ചോറിന് രണ്ട് ഭാഗങ്ങളുണ്ട്, മസ്കുലൈനും ഫെമിനൈനും, ഇല്ലേ? അപ്പോൾ അത് ചൂടും തണുപ്പും പോലെയാണ്, ദ്വൈതമാണ്. ആ രണ്ടും ഇടകല, വലകല, സമകല. അപ്പോൾ ഈ രണ്ടിനെയും കൂടി മാനേജ് ചെയ്യുന്ന ഒരു മധ്യമാർഗമുണ്ട്. ആ മധ്യമാർഗത്തിൽ മനസ്സെത്തിച്ചാൽ രണ്ടിൻ്റെയും കൂടി ആ ദ്വൈതാവസ്ഥയിൽ നിന്നും ആ ദ്വൈതാവസ്ഥയിലേക്ക് അനുഭവത്തെ വളർത്താൻ കഴിയും. അതാണ് ഇന്ന് ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിച്ച എ ഡുവാലിറ്റി. എ ഡുവാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടില്ല ഒന്നേ ഉള്ളൂ. ഐൻസ്റ്റൈൻ അവരുടെ തന്നെ മുന്നേ പോയ അദ്ദേഹത്തിൻ്റെ അന്വേഷണം E=mc² എന്ന് നമ്മളെ പഠിപ്പിച്ചു. അതിൻ്റെ പിന്തുടർച്ചക്കാരായ പിന്നെ ഡോക്ടർ ഹൺസ് പീറ്റർ ഡ്യൂറും റുസ്തം റോയും കൂടിയാണ് E=m എന്ന ആശയത്തെ അവതരിപ്പിച്ചത്. എന്നിട്ട് അവർ പറയുന്നു, വി ആർ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ദ ഇന്ത്യൻ മാസ്റ്റേഴ്സ്. എന്താണ് E=m? രണ്ടില്ല ഒന്നേ ഉള്ളൂ. എ ഡുവാലിറ്റി, രണ്ടില്ല ഒന്നേ ഉള്ളൂ. ആ എ ഡുവാലിറ്റിയാണ് ഇവിടെ ആ ദ്വൈതം എന്ന് അവതരിപ്പിച്ച തത്വം. അപ്പോൾ ഇവിടെ ശാസ്ത്രം അന്വേഷിച്ച് പോവും. മാറ്ററിൻ്റെ, അതായത് ബുദ്ധിയുടെ ഒരു ലിമിറ്റുണ്ട്. ആ ബുദ്ധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ബുദ്ധിക്ക് അതീതമായ ഒരു തത്വം, അവിടെയാണ് വിശ്വാസം വരുന്നത്. ശ്വാസമുണ്ട്, പക്ഷേ വേർതിരിവില്ലാത്തൊരവസ്ഥ, പ്രാണായാമത്തിൻ്റെ സ്തംഭനാവസ്ഥ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് കേവല കുംഭകം, രേചകം പൂരകം രേചകം മുക്ത്വ സുഖം യത് പ്രാണധാരണം പ്രാണായാമ യമിത്വ സവൈ കേവല കുംഭക. ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ആളെന്ത് സംസ്കൃതം പറയുന്നത്, ഇത്രയും അറിയൂ. സംസ്കൃതം ഇവിടെ ആഴത്തിൽ പഠിക്കുന്നത് തന്നെ അപമാനമായി കണക്ക് കൂട്ടുന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ്
ഈ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ശാസ്ത്ര സത്യങ്ങൾ നമുക്ക് നഷ്ടമായി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സാമൂഹ്യ അവബോധം വളർന്നു വരേണ്ടത് നമ്മൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പൈതൃക ആശയങ്ങളെ വേർതിരിച്ചെടുക്കുക, അല്ലെ റിട്രീവ് ചെയ്യുക. ദാറ്റ് മീൻസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഭാരത് ഇന്റലിജൻസിനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ടി വരും. അതെ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ദ്വൈതത്തിൽ നിന്നാണ് വരുന്നത്. നമുക്ക് തലച്ചോറിൽ രണ്ടുണ്ട്. ആ രണ്ടെന്ന് എപ്പോഴും ചൂടും തണുപ്പുമായേ നിലനിൽക്കൂ. ബിഗ് ബാങ്ങും ബ്ലാക്ക് ഹോളുമായിട്ട് നിൽക്കുള്ളൂ. പക്ഷേ എങ്ങനെ നമുക്ക് ഈ രണ്ടിൻ്റെയും അപ്പുറത്തേക്ക് പോകാം, അതിനും വഴികൾ ഇവിടെ കണ്ടുവച്ചിരുന്നു, കൃത്യമായി പഠിപ്പിച്ചു ശാസ്ത്രം. അതാണ് ഡോക്ടർ ഫ്രിജഫ് കാപ്ര പറഞ്ഞത്, വേർ ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ്, there the Indian spirituality has got its beginning. എന്താ രസത്തിലാ! ആരും ഈ ഇവിടെ നടക്കുന്ന സോക്കോൾഡ് സയൻറ്റിസ്റ്റുകളല്ല പറഞ്ഞത്. ആധികാരികമായി ലോകത്തെ 10 ഹൈ എനർജി ഫിസിസ്റ്റുകൾ എടുത്താൽ അതിലൊന്ന് ഇദ്ദേഹമാണ് പറഞ്ഞതാണ്. എവിടെയാണോ ആധുനിക ശാസ്ത്രം മുന്നോട്ട് പോകാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നത്, അവിടെ ഭാരത പൈതൃകത്തിൻ്റെ ആശയങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. ചെറിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അത്രയേ ഉള്ളൂ. എത്ര പോയാലും മനുഷ്യത്വം എന്നൊരവസ്ഥ വരും. മനുഷ്യത്വം അതെന്തുവാ? കേട്ടിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് നമ്മളെല്ലാവരും ജന്തുക്കൾ. എന്താണ് ജന്തു? തന്തുക്കളിൽ, ശരീര തന്തുക്കളിൽ ജീവൻ സ്ഫുരിക്കുമ്പോഴാണ് അവനെ ജന്തു എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് ജഡമാണ്. ആ ജന്തുവിൽ നിന്ന് അവൻ 2 കാലം എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്, പട്ടിയും പൂച്ചയും ആനയും മയിലും ഒക്കെ പോലെയുള്ള ഒരു ജന്തുവാണ് ഇവനും. നിൽക്കുന്നത് 2 കാലിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഈ ജന്തുക്കളിൽ കാണാത്തൊരു വാസനയുണ്ട്, അല്ലെങ്കിൽ ഒരു സ്വഭാവമുണ്ട്. ഒരു പട്ടിക്ക് വിശന്നാൽ ആഹാരം കിട്ടിയാവൻ തിന്നും, ഒരു പൂച്ചയായാലും തിന്നും, മയിലായാലും തിന്നും, എല്ലായാലും. എന്നാൽ ഈ 2 കാല ജന്തുവിൽ ചിലത് എന്തായാലും 3-4 ദിവസം പട്ടിണി കിടം, ഇനി പോലും തിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നെപ്പോഴെങ്കിലും ചിന്തിക്കും. ചിലർ ചിന്തിക്കും, അല്ലെങ്കിൽ ശ്വസിക്കുന്നു. എന്തിനാണ് ഞാൻ ശ്വസിക്കുന്നത്? മൂക്കും വായും കൂടെ ഒന്ന് കൊത്തിപ്പിടിച്ച് നോക്കും. വേറെ ഒരു ജന്തുവും ഈ പണി ചെയ്യില്ല. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളെ ബോധപൂർവം നിരീക്ഷിക്കുന്നതാണ് മനനം. അങ്ങനെ മനനം ചെയ്യുന്ന ജന്തുവാണ് മനുഷ്യൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ആ മനുഷ്യനിൽ നിന്ന് അവൻ അങ്ങനെ മനനം ചെയ്തു വരുമ്പോൾ അവൻ മനസ്സിലാക്കും, ഈ പ്രകൃതി എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ ഉണരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്നു, താമര വിടരുന്നു. ഇതെന്താ? അപ്പോൾ അത് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പ്രകൃതി തത്വങ്ങളുമായിട്ട് ഇവനൊരു സംവേദനക്ഷമത അനുഭവപ്പെടും. ഈ സ്ത്രീകൾക്ക് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടല്ലോ, ആരോഗ്യമുള്ള. അപ്പോൾ അവരുടെ ആരോഗ്യമുള്ളൊരു സ്ത്രീയുടെ 2 സൈക്കിൾ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര ദിവസമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് മനുഷ്യൻ ശ്രദ്ധിക്കുന്നത്. ബിലോ 30 അത് 28 ദിവസം എക്സാക്റ്റ് ആണെങ്കിൽ. ഈ 28 ദിവസത്തിൻ്റെ പ്രത്യേകത, ചന്ദ്രൻ ഭൂമിയെ ചുറ്റി വരാൻ 28 ദിവസം എടുക്കും. ഈ 28 ദിവസം കൊണ്ട് ആരോഗ്യമുള്ള ഒരു സ്ത്രീയിൽ ഒരു എഗ്ഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതുപയോഗിച്ചില്ലെങ്കിൽ അത് ബോഡി അത് എക്സ്പെൽ ചെയ്യുകയും ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. ഇത് കുചേന്തു ഹേതു പ്രതിമാ സാർത്ഥവം ആയുർവേദം. പിന്നെ ഈ മനോരോഗമുള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ ഇവർ വെളുത്ത വാവ് ദിവസങ്ങളിൽ ഇവൻ വയലൻ്റാണ്, കറുത്ത വാവ് ദിവസങ്ങളിൽ ഇവൻ സൈലൻ്റ് ആയി. ഇതിൻ്റെ കാരണം അവനെ ലുണാറ്റിക് എന്നാണ് വിളിക്കുന്നത്. ബിക്കോസ് അവൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനം ഈ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രകൃതിയുമായിട്ടൊരു സംവേദനക്ഷമത കൂടുതൽ നിരീക്ഷിച്ചാൽ വേലിയേറ്റം ഉണ്ടാകുകയും വേലിയിറക്കം വരികയും ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ നാടി മാറും. എപ്പോഴും ശ്രദ്ധിച്ചാലും ആരോഗ്യമുള്ളൊരു ശരീരമാണെങ്കിൽ ഒരു മൂക്ക് ഒരു 40% അടഞ്ഞിരിക്കും. എപ്പോഴും അത് രണ്ടും തുറക്കില്ല. രണ്ടും ഒരേപോലെ തുറക്കുന്ന 4 സമയങ്ങളേ ഉള്ളൂ. അത് രാവിലെ 6 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 6 മണിക്കും രാത്രി 12 മണിക്കും. അത് പ്രത്യേക യാമങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു യൂണിയൻ അവന് ഫീൽ ചെയ്യും. ആ സമയത്താണ് അവൻ യോഗി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ യോഗതത്വം നിന്ന് പിന്നെ അവൻ ആരാകുമെന്നറിയോ? അവൻ ഈ വിശ്വം പ്രപഞ്ചമായി മാറും. അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. ഇതാണ് ചതുർതലങ്ങൾ. അപ്പോൾ ഇതുപോലും സ്വയം നാം ഒരു സാധാരണ മനുഷ്യനിൽ അല്ലെങ്കിൽ ജന്തുവായി ജനിച്ച് ഈ പ്രപഞ്ചമായി മാറുന്ന ശാസ്ത്ര സത്യത്തെ നമുക്ക് ഇവിടെ കണ്ടെത്തി അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴികൾ കൃത്യമായി നിർദ്ദേശിച്ചു. എന്നിട്ട് അത് കഠിനമാണെന്ന് തോന്നിയപ്പോഴാണ് കഥകളും ചരിത്ര സംഭവങ്ങളുമായിട്ട് പുരാണ കഥകളും മറ്റുമായിട്ട് അവതരിപ്പിച്ചത്.
ഇവിടെ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഈ കഥകൾക്കകത്തെ സാരത്തെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമവും അത് കണ്ടെത്തിയതിന് ശേഷം ഈ തർക്കങ്ങളിൽ നിന്ന് മാറും. ഉദാഹരണത്തിന് എനിക്ക് എൻ്റെ അനുഭവം വളരെ സന്തോഷം തരുകയാണ് എന്ന് വയ്ക്കുക. ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്കളൊന്ന് പറയാണ്, ഇത് സന്തോഷമൊന്നുമില്ല, നിങ്ങൾ ഇത് കഴിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് ഉള്ളിൽ ഇങ്ങനെ സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് താങ്കളായിക്കോളൂ, ഞാൻ വരുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് പറ്റുന്നു? സംഘർഷം വരുന്നില്ല, അവിടെ ഒരു സമന്വയമാണ് വരുന്നത്. ഓക്കെ. പിന്നെ താങ്കളൊരല്പം നിർബന്ധ ബുദ്ധിക്കാരനാണെങ്കിൽ എന്നെ ബലം പ്രയോഗിച്ചത് കഴിപ്പിക്കാൻ ശ്രമിക്കാം. അവിടെ ഇടപെടേണ്ടത് ആരാ? നമ്മൾ തന്നെ അല്ല, ഭരണ സംവിധാനമാണ്. അവിടെ ഭരണ സംവിധാനം എവിടെ പരാജയപ്പെടുന്നോ അവിടെ സംഘർഷം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാമൂഹ്യ ജീവി, ജന്തുവായി ജനിച്ച ഞങ്ങൾ മനുഷ്യരായി മാറി, മനുഷ്യനാണ് പിന്നെ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടാക്കിയത്. ജന്തുക്കൾക്ക് സാമൂഹ്യ വ്യവസ്ഥിതിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന വിശ്വാസവും അവിശ്വാസവും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാനും കഴിയും. അതിൻ്റെ പേരിലുണ്ടാകുന്ന സംഘർഷങ്ങളെ ഇല്ലാതാക്കാനും കഴിയും. അവിടെയാണ് നമ്മൾ പഴയ മഹാബലി ഭരിച്ചിരുന്ന ആ ഒരു കാലം, അല്ലെങ്കിൽ സത്യയുഗം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഈ അങ്ങനെ ഒരു കാലം ഇനി സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ലല്ലോ. എന്താ? അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് സ്വപ്നത്തിൽ പോലും നമുക്കിനി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു കാലം ഇല്ലായിരുന്നല്ലോ, അതൊരു സങ്കല്പമാണ്. ഈ മാവേലി കഥകളൊക്കെ സങ്കല്പമാകാം, പക്ഷേ അങ്ങനെ ഒരു കാലം എന്തെങ്കിലും ഉണ്ടായിരിക്കില്ലേ? രാമരാജ്യം ഇല്ല, രാമരാജ്യം നമ്മുടെ പ്രതീക്ഷയാണ്. അതാണ്, പൂർണ്ണമായും നമുക്ക് രാമരാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല. രാമരാജ്യം ഉണ്ടാക്കിയെങ്കിൽ രാമൻ എന്തിനാ കാട്ടിപ്പോയത്? അങ്ങനെയാണെങ്കിൽ രാമരാജ്യം ഉണ്ടായിരുന്നു എങ്കിൽ ദശരഥൻ എന്തിനാ സ്വന്തം മകനെ കാട്ടിലേക്ക് അയച്ചത്? അപ്പോൾ അത് രാമരാജ്യം ആയിരുന്നില്ലല്ലോ. അവിടെയാണ് സങ്കല്പം, അവിടെ സത്തിൽ കൽപ്പിതമാവുകയാണ്. നമുക്കൊരു വിശ്വാസമുണ്ട്, അതിൽ നാം ഒരു ആശയത്തെ കൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് സങ്കല്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സങ്കല്പം എന്തിനാണ്? മുന്നോട്ട് പോകാനുള്ള, നല്ലതിലേക്ക് പോകാനുള്ള. പിന്നെ ഒരു ആത്യന്തികമായ ഒരു അവസ്ഥയുണ്ട്, നല്ലത് ഉണ്ടെങ്കിൽ ചീത്ത ഉണ്ടാവണമല്ലോ. ഒരു നാണയം വേണമെങ്കിൽ ഹെഡും ടെയിലും വേണ്ടേ? പകലും രാത്രി, ചൂടും തണുപ്പും. അപ്പോൾ നന്മയില്ലാതെ തിന്മയില്ല, തിന്മയില്ലാതെ നന്മയുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വേണ്ടത്? അവിടെയും ഗീത കൃത്യമായ ആൻസർ കൊടുക്കുന്നുണ്ട്. ശാസ്ത്രമാണത്. ആ അൾട്രാ മോഡേൺ സയൻസ് പറയുന്ന ശാസ്ത്രം സമശത്രൗജ മിത്രൗജ തഥാ മാനാപമാനയോ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത. അതായത് ശത്രുവിനെയും മിത്രത്തെയും, ചൂടിനെയും തണുപ്പിനെയും, നന്മയെയും തിന്മയും എല്ലാത്തിനെയും സമമായി കാണാൻ കഴിയുന്ന ഒരവസ്ഥ നാം ഉള്ളിൽ സംജാതമാക്കണം. ഇപ്പോൾ ഒരു കള്ളം വന്ന് എൻ്റെ എന്തെങ്കിലും പ്രിയപ്പെട്ടത് മോഷ്ടിച്ചുകൊണ്ട് പോയി, എനിക്കവനെ ഓടിച്ചിട്ട് പിടിക്കാം, തല്ലാം. പക്ഷെ എനിക്കവനെ വെറുക്കാൻ അധികാരമില്ല. കാരണം എന്താ? കള്ളനെ സൃഷ്ടിച്ചതാരാ? ദൈവം. ഞാൻ പറയണ എല്ലാം ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ കള്ളനെ സൃഷ്ടിച്ചതും ദൈവമാണ്. ആ കള്ളനെ സൃഷ്ടിച്ച് എൻ്റെ പ്രോഡക്റ്റ് മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചതാര്? ദൈവം. അപ്പോൾ ആ ദൈവം തന്നെയാണ് എനിക്ക് അവനെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള കഴിവും തന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് വ്യാപരിക്കാം, പക്ഷെ വെറുക്കാൻ പാടില്ല. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സമ്യക്കാവസ്ഥ അല്ലെങ്കിൽ സ്വാമി സമാധി എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്താ ചാനലുകളിൽ ചർച്ചകൾക്കൊക്കെ പോകുമ്പോൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയൊക്കെ ഇരിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന അയ്യപ്പനല്ലേ, പുള്ളി പവർഫുൾ ആയിട്ടുള്ള ആളല്ലേ, എല്ലാവരും രക്ഷിക്കുന്ന ആളല്ലേ, ഈ കള്ളന്മാരെ അടിച്ചന്നേരം ഇട്ടുകൂടായിരുന്നു? ആ ചോദ്യത്തിൻ്റെ കൂടി ഉത്തരവാണ് അങ്ങ് ഇപ്പം കിട്ടിയത്, പറഞ്ഞു പോയത്.